ഇന്ന് ഒരു ലഹരിയെക്കുറിച്ച് അല്ലെങ്കിൽ ലഹരിയുടെ പ്രത്യാഘാതം എത്രത്തോളം നമ്മളെ യുവതലമുറയെ ബാധിക്കും എന്നതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി നിങ്ങളെ ഇവിടെ കൊണ്ടെത്തിച്ച നിങ്ങളെ സാറുമാർക്കും ഞാൻ ആദ്യം നന്ദി പറയുകയാണ്. കാരണം പൊതുവേ നമ്മളെ ഈ +1 +2 അല്ലെങ്കിൽ ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഈ ലഹരിയെ കുറിച്ചിട്ടുള്ള ബോധവൽക്കരണം കിട്ടുന്നത് കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പൊതുവെ ഇപ്പം ഞാനൊക്കെ പഠിച്ചിരുന്ന സമയത്തൊക്കെ നമുക്ക് മലേറിയ, ഡെങ്കു ഇങ്ങനെയുള്ള രോഗങ്ങൾ എങ്ങനെ വരിക എന്നതിനെക്കുറിച്ചായിരിക്കും നമുക്ക് കൂടുതൽ കിട്ടിയിരുന്നത്. ലഹരിയെക്കുറിച്ചിട്ടുള്ള ഒരു ക്ലാസ്സുകളോ ഒന്നും തന്നെ PG വരെ നമുക്ക് കിട്ടിയിട്ടില്ല. അതാണ് വാസ്തവം. പക്ഷേ അന്നത്തെ കാലവും ഇപ്പോഴത്തെ കാലവും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഈ മയക്കുമരുന്നുകൾ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ അത്രയും വലുതാണ്. ഒരു ഫാമിലിയിൽ ഒരു വ്യക്തി ലഹരിക്ക് അഡിക്ഷൻ ആയി കഴിഞ്ഞാൽ ആ ഫാമിലി മൊത്തത്തിൽ ബാധിക്കാൻ തുടങ്ങും. ശരിയല്ലേ? ഒരു വ്യക്തിയുടെ ഒരാൾ ലഹരി ഉപയോഗിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ആളുടെ പേരൻസിനെ, സഹോദരന്മാരെ, അവരുടെ ബന്ധുക്കളെ മൊത്തത്തിൽ ബാധിക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് മുന്നൊക്കെ ലഹരി എന്ന് പറയുമ്പോൾ സിഗരറ്റ്, മദ്യം എന്നായിരുന്നെങ്കിൽ 2018, 19 ഈ കാലഘട്ടത്തിന് ശേഷം കഞ്ചാവ്, MDMA, LSD, കൊക്കെയിൻ, ബ്രൗൺ ഷുഗർ എന്നിവ ലഹരികളാണ് കൂടുതലായിട്ട് നമ്മുടെ സമൂഹത്തിൽ ലഭ്യമാവുന്നുണ്ട്. അതിന് കാരണമുണ്ട്. ചിലപ്പോൾ പ്രളയം കാലഘട്ടമായിരിക്കാം, കൊറോണ ആയിരിക്കാം. ഈ സമയത്തൊക്കെ ലഹരിയുടെ ഒഴുക്ക് നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ സമൂഹത്തിൽ കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. എപ്പോഴാണ് ഇപ്പോൾ ഒരു വ്യക്തി ലഹരിക്ക് ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ക്രമേണ കുറച്ച് ദിവസം കൊണ്ട് അവൻ്റെ ബ്രെയിനിൽ അഡിക്ഷൻ എന്ന രോഗം ഫോം ചെയ്യും കേട്ടോ. അതായത് ഡിപ്പെൻഡൻസി സിൻഡ്രോം എന്ന് പറയുന്ന രോഗം തലച്ചോറിൽ ഫോം ചെയ്യും. പക്ഷേ അടിക്കുന്ന ആൾ ആരും ചോദിച്ചാൽ നിങ്ങൾ അഡിക്റ്റാണോ ചോദിച്ചാൽ ഞാൻ അഡിക്റ്റ് അല്ല എന്ന് പറയും. ഞാൻ വല്ലപ്പോഴും അടിക്കുകയുള്ളൂ, ആവശ്യമുണ്ടെങ്കിൽ അടിക്കുകയുള്ളൂ, ഞാൻ വലിയ അടിക്കുന്ന ആളല്ല, നിങ്ങൾ പറയുന്ന വലിയ പ്രശ്നക്കാരനല്ല, എനിക്കൊരു പ്രശ്നമൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ന്യായീകരിച്ച് ചെറുതായി കണ്ടുപോകുന്നവരാണ് കൂടുതലുണ്ടാവുക കേട്ടോ. അതായത് അഡിക്ഷൻ ഉണ്ടോ ഇല്ലയോ എന്നൊരിക്കലും അവർ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കൂല. അപ്പോൾ അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് അറിയോ? ജനറലായിട്ട് നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത്? അഡിക്ഷന് 6 ക്രൈറ്റീരിയ ഉണ്ട് കേട്ടോ. എത്രയാ? 6 ലക്ഷണങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തതാണ് ടോളറൻസ് കൂടുക എന്ന് പറയും. ടോളറൻസ് കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഉപയോഗിക്കുന്ന ലഹരി ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു സിഗരറ്റ് ഒരാൾ വലിക്കുകയാണ് ആദ്യമായിട്ട്, ഒരു 2 പഫ് വലിക്കുക കഴിയുമ്പോൾ ആൾക്ക് കിക്കാവുകയാണ്. പിന്നീട് അങ്ങോട്ട് വലിക്കാനുള്ള കപ്പാസിറ്റി ആൾക്ക് ഇല്ല. കുറച്ച് കഴിഞ്ഞ് ശീലമായി വരുമ്പോൾ 2 പഫിൽ ആൾക്ക് കിക്ക് കിട്ടാതെ വരും. അപ്പോൾ ആ കിക്ക് കിട്ടണമെങ്കിൽ ആൾക്ക് ചിലപ്പോൾ ഒരു സിഗരറ്റ് വലിക്കേണ്ടി വരും. ഇതിങ്ങനെ കൂടിക്കൂടി വരും. 1ൽ നിന്ന് 2ആവോ, 2ൽ നിന്ന് 4ആവോ, 4ൽ നിന്ന് 10ആവോ, പിന്നെ 1 പാക്കറ്റ് 2 പാക്കറ്റ് സിഗരറ്റ് വരെ ഇവർക്ക് ഇങ്ങനെ കൂട്ടി വരും. ഇതിനാണ് ടോളറൻസ് കൂടുക എന്ന് പറയാം കേട്ടോ. അഡിക്ഷൻ എന്ന രോഗം രൂപപ്പെട്ടു എന്ന് ഒരാൾക്ക് ഒരു അഡിക്ഷൻ ആയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാനുള്ള ഒന്നാമത്തെ ലക്ഷണം ഇതാണ്. രണ്ടാമത്തത് ലോസ് ഓഫ് കൺട്രോൾ എന്ന് പറയും. നമുക്ക് നിയന്ത്രണ ശേഷം അതായത് നിയന്ത്രണം നഷ്ടപ്പെട്ടു പോകുന്നൊരു അവസ്ഥയാണ്. അതായത് ഒരു വ്യക്തി ലഹരി ഉപയോഗിച്ചിട്ട് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയെന്ന് വെച്ചു, മാനസികമായിട്ട് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്, വീട്ടിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. കെട്ടിറങ്ങി കഴിഞ്ഞിട്ട് അവൻ വിചാരിക്കുകയാണ് ഇനി ലഹരി ഒന്നും വേണ്ട, ഇനി നിർത്തിയേക്കാം, ഇനി ഈ നശിച്ച ലഹരി ഒന്നും വേണ്ടെന്ന് ചിന്തിക്കുകയും, പക്ഷെ ഒരേ ഒരു പെഗ് പിന്നെ ഞാൻ എന്ത് ചെയ്യില്ല, കഴിക്കില്ല. കഴിച്ച് കഴിഞ്ഞാൽ എൻ്റെ നിയന്ത്രണം വിട്ടുപോകും. അതുകൊണ്ട് ഞാൻ ഒരേ ഒരു പെഗ് കഴിക്കും, പിന്നീട് ഞാൻ കഴിക്കുകയില്ല. കാരണം കഴിച്ച് കഴിഞ്ഞാൽ ഇന്നലത്തെ പോലെ പ്രശ്നം ഉണ്ടാവും, അതുകൊണ്ട് ഞാൻ കഴിക്കില്ല. പക്ഷെ കഴിച്ച് കഴിഞ്ഞാൽ ആൾക്ക് നിയന്ത്രണം ഉണ്ടാവില്ല. അത് 1ൽ നിന്ന് 2ആവും, 2ൽ നിന്ന് 3ആവും, പിന്നെ എത്രത്തോളം ആസക്തി ഉണ്ടോ അത്രത്തോളം ആൾ കഴിക്കും. അത് തൃപ്തിയാവുന്നവരെ അവർ ലഹരി ഉപയോഗിക്കും. അതായത് നിയന്ത്രണം നഷ്ടപ്പെടുക എന്ന് പറയുന്നതാണ് കേട്ടോ. പിന്നെ വിഡ്രോവൽ സിംറ്റംസ് എന്ന് പറയും. അതായത് ലഹരി കിട്ടാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ഉറക്കം കുറവ്, ദേഷ്യം, അസ്വസ്ഥത, വയലൻസ്, റെസ്റ്റ്ലെസ് ആവുക, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഒരിക്കലും കാണുക. പിന്നെ ശാരീരികമായിട്ട് ഭയങ്കര ക്ഷീണം, എണീച്ച് നടക്കാൻ പറ്റാതിരിക്കുക, ഭയങ്കര വേറെ, പിന്നെ അപസ്മാരം ഉണ്ടാവുക,
ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇവരിൽ വിഡ്രോവൽ സിംറ്റംസ് ആയിട്ട് കാണാൻ സാധിക്കും കേട്ടോ. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാലിയൻസ് എന്ന് പറയും കേട്ടോ. സാലിയൻസ് എന്ന് പറഞ്ഞാൽ എന്താ അറിയില്ല. ഈ ലഹരിക്ക് അഡിക്ഷനായ വ്യക്തിക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള അതിൻ്റെ മുന്നേ സന്തോഷം കണ്ടെത്താൻ കുറേ കാര്യങ്ങളുണ്ടാവാം. ഫോർ എക്സാമ്പിൾ, അവൻ ഫുട്ബോൾ കളിക്കാരനായിരിക്കാം, നല്ല ഫുട്ബോൾ പ്ലെയർ ആയിരിക്കാം. അതിലാണ് അവൻ്റെ സന്തോഷവും സമയവും അവന് ഫ്രീയുള്ള സമയത്ത് അതിലാണ് കണ്ടെത്തിയിരുന്നത്. പക്ഷേ എന്ന് ലഹരി ഉപയോഗിക്കാൻ തുടങ്ങിയോ അതിന് ശേഷം ആൾ പതിയെ ഈ നല്ല ഫുട്ബോളിനോടുള്ള അറ്റാച്ച്മെൻറ്റ് കുറഞ്ഞു വന്നിട്ട് ലഹരിയുമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് കൂട്ടിക്കൊണ്ടുവരും. മനസ്സിലായോ? അതായത് ലഹരി ഉപയോഗിക്കാനും ലഹരി ഉപയോഗിക്കുന്ന കൂട്ടുകാരെ കൂടെ പോകാനും അവർ കൂടെ പോയി കറങ്ങാനും ഇങ്ങനെയുള്ളതിന് കൂടെ സന്തോഷം കണ്ടെത്താനുള്ള പ്രവണത ആയിരിക്കും ഇവരിൽ ഉണ്ടാവുക. അതായത് നല്ല സന്തോഷങ്ങൾ പോയി തെറ്റായ സന്തോഷത്തിലൂടെ അവർ മുന്നോട്ട് പോകാനായിട്ട് നോക്കും കേട്ടോ. ഇതാണ് സാലിയൻസ് എന്ന് പറയാം. പിന്നെ നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിപ്പോൾ പോയിന്റ്? ഇത് അഞ്ചാമത്തല്ല. അഞ്ചാമത്തെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്രേവിങ് കേട്ടോ. ലഹരി ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ ബാഡ് ട്രിപ്പ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഗുഡ് ട്രിപ്പ് ഉണ്ടാക്കാം. ബാഡ് ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആൾക്ക് ഭയങ്കര മോശമായിട്ടുള്ള അനുഭവം, പിന്നീട് ആൾ ലഹരി ഭാഗത്തേക്ക് പോകില്ല. ഗുഡ് ട്രിപ്പ് കിട്ടി കഴിഞ്ഞാൽ ആ ആസ്വാദനം കിട്ടിക്കഴിഞ്ഞാൽ ആൾ പിന്നെ ആ ആസ്വാദനം അനുഭവിക്കാനുള്ള ത്വര അവൻ്റെ മനസ്സിൽ പിന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആസക്തിയാണ്, അതായത് ഒരു ലഹരി ഉപയോഗിച്ചു പിന്നെ ഉപയോഗിക്കാനുള്ള ത്വര ആളുടെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനാണ് ക്രേവിങ് എന്ന് പറയും കേട്ടോ. അപ്പോൾ അഡിക്ഷൻ്റെ അത് ഒരു ലക്ഷണമാണ്. പിന്നെ ആറാമത്തത്, ഈ ലഹരികളൊക്കെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടും പിന്നെയും ഞാൻ തന്നെ ഉപയോഗിച്ചിട്ട് ഞാൻ പറയുകയാണ് ഞാൻ അങ്ങനെയല്ല, ഞാൻ അഡിക്റ്റ് അല്ല, ഞാൻ പ്രശ്നക്കാരനല്ല, ഞാൻ അങ്ങനെ ഉപയോഗിക്കുന്ന ആളല്ല, ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആളല്ല, വല്ലപ്പോഴും ഉപയോഗിക്കുന്ന ആളെന്നൊക്കെ പറഞ്ഞ് കുറേ ന്യായീകരണങ്ങൾ പറഞ്ഞു പോകുന്നൊരു അവസ്ഥകൾ കാണാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ 6 ക്രൈറ്റീരിയ കൊണ്ടാണ് നമുക്ക് ഒരാൾ അഡിക്ഷൻ ആയോ ഇല്ലയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിലേതെങ്കിലും 3 or 2 ലക്ഷണം വന്നിട്ടുണ്ടെങ്കിൽ ആളെന്താണ് ചികിത്സിക്കേണ്ട ഒരു ആളാണ് കേട്ടോ.